ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, എഫ് എമ്മിലുള്ള ഇനീഷ്യലി ഉള്ള രണ്ട് തിയറി ടോപ്പിക്സ് ഉണ്ടായിരുന്നു, രണ്ട് തിയറി ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയോൺമെന്റ്. അങ്ങനെയുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ അസോസിയേറ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ എക്കണോമിക് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ്, ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ്. ഈ ചാപ്റ്ററിൽ തന്നെ ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു മെയിൻ ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒന്നാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു ടോപ്പിക്കാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആരാണ് എന്നുള്ളത്. ഓക്കെ, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ദീസ് ആർ ഓർഗനൈസേഷൻസ്, ഇത് സെർട്ടൈൻ ഓർഗനൈസേഷൻസ് ആണ്. അവരുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ആർ കണക്ടിങ് പൊട്ടൻഷ്യൽ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ലെൻഡേഴ്സിനെയും, ഒരുപാട് പൈസയുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ആ പൈസ എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അവരാണ് ലെൻഡേഴ്സ്. ആൻഡ് പൈസ ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും, അവരെയാണ് ബോറോവേഴ്സ്. ഈ ലെൻഡേഴ്സിനെയും ബോറോവേഴ്സിനെയും കണക്ട് ചെയ്യുന്ന, മീറ്റ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും ഒരുമിക്കുന്ന, അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഓർഗനൈസേഷൻസിനെയാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി. ഇവരുടെ എക്സാമ്പിൾ നമ്മൾ പറയൂട്ടോ, ബാങ്ക്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ട്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് ഇവരൊരു കണക്ടിങ് പോയിന്റ് ആണ്, ഒരു ലിങ്കിങ് പോയിന്റ് ആണ്. ഇവര് എന്താ ചെയ്യുന്നത് വെച്ചാല്, ഒരു ലെൻഡേഴ്സ്, ഇവരുടെ ഒരു ഭാഗത്ത് ഒരുപാട് ലെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ആരാ? ഇവരൊക്കെ ലെൻഡേഴ്സ് ആണ്. ഇതിനിപ്പുറത്തും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. രണ്ട് പാർട്ടീസിനെ കണക്ട് ചെയ്യാണ്. ഓക്കെ, ആരൊക്കെയാണ്? ലെൻഡേഴ്സ്, ഒരുപാട് പൈസയുള്ള ആൾക്കാർ, അവരാണ് ലെൻഡേഴ്സ്. ആൻഡ് പൈസ ആവശ്യമുള്ള ആൾക്കാരാണ് ബോറോവേഴ്സ്. ഈ ലെൻഡേഴ്സിനെയും ബോറോവേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ആളുകളാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിക്കും. ഈ ലെൻഡേഴ്സിന് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈനാൻഷ്യൽ എന്താ, ലെൻഡേഴ്സിന്റെ അടുത്ത് പൈസ വാങ്ങിക്കും, എന്നിട്ട് ബോറോവേഴ്സിന് അത് കൊടുക്കും. ഇതാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ ഫംഗ്ഷൻ. ഇതിനെയാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെൻഡേഴ്സിന്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവും, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കും. ഓക്കെ, ഇവർക്ക് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ കൊടുക്കും. ഒരു ബാങ്കിന്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സാധനം. ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നിട്ട് അവർക്ക് റിട്ടേൺ കൊടുക്കും. ഇത് ഞാൻ ബാങ്കിനെ മാത്രം വെച്ചിട്ടല്ല പറയുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പൈസയുള്ള ആളുകളുടെ അടുത്ത് പൈസ വാങ്ങിച്ച് ആ പൈസ പ്രോപ്പർ ആയിട്ട് പൈസ ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഫംഗ്ഷനെയും നമ്മൾ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറയും. ബോറോവേഴ്സിന് ഫണ്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് പറയാം. കുറച്ച് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറയുകയാണ്, ഇവരാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ആദ്യത്തെ പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്, നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിയാണ് ബാങ്ക്. ഈ ബാങ്കിനെ കുറിച്ച് നമ്മൾ താഴെ ഇതിന്റെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കാം. പിന്നെയുള്ള ആൾക്കാരാണ് മെർച്ചന്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. മെർച്ചന്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഇവര് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആണ്. അല്ലെങ്കിൽ ഇവര് ബാങ്കിനെ പോലെ പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളതല്ല. ഇവര് മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ ബിസിനസ്സുകൾക്ക് എന്താണ്, ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസ്, അല്ലെങ്കിൽ
ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യണം. ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പിന് വിളിക്കുന്ന ആളുകളാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്, മെർച്ചന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുണ്ടെങ്കിൽ ആ ഷെയർ ഇഷ്യൂ കംപ്ലീറ്റ്ലി അണ്ടർടേക്ക് ചെയ്യുന്ന, ആ ഷെയർ ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു മെർച്ചന്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. ഇവര് ഈ മെർച്ചന്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ ത്രൂ ആണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവര് പ്രോപ്പർ ആയിട്ട് ആ ഷെയർ ഇഷ്യൂ നമുക്ക് ചെയ്തു തരും. എന്നിട്ട് എന്താണ് ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടെത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഈ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ് അവിടെ ഫണ്ട് വേണ്ട ആള്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഇതിന്റെ ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു കമ്പനി ഉണ്ടായിരിക്കും, അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. പിന്നെ വേറെ ഒരു ആൾക്കാരുണ്ടായിരിക്കും, പൈസയുള്ള ആളുകൾ, അവരെ കൊണ്ട് ആ ഷെയർ വാങ്ങിപ്പിക്കുന്നു. അപ്പൊ ഇവരാണ് ഈ ഒരു ഷെയർ ഇഷ്യൂയുടെ കേസിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പൈസ കൊടുക്കുന്നു, ലെൻഡേഴ്സ് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ബോറോവർ. ഇവർ രണ്ടുപേരെയും എന്താണ് കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയേഷൻ ആര് ചെയ്യുന്നുണ്ട്? ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ചെയ്യുന്നുണ്ട്. ഷെയർ ഇഷ്യൂസിൽ ഇവർ ഇൻവോൾവ് ചെയ്യാറുണ്ട്. പിന്നെ മെർജേഴ്സ് ഒക്കെ നടക്കുമ്പോൾ രണ്ട് കമ്പനീസ് ഒക്കെ ഒരു കമ്പനി വേറൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള മെർജേഴ്സ് ഒക്കെ നടത്തുന്ന സമയത്തും ഇവര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ മെർജർ ചെയ്യുമ്പോൾ ആ മെർജിങ് ചെയ്യുന്നത് ഏത് കമ്പനീനെയാണ് അക്വയർ ചെയ്യുന്നത്, അവരുടെ ശേഷമാണ് ഈ പാരന്റ് കമ്പനി വാങ്ങിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ആ ഷെയർ ഇഷ്യൂയുടെ കേസിലും ആ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് അനലൈസ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ മെർച്ചന്റ്സ് എന്ന് പറയുന്നത്. ഒരു ബേസിക് നോളജ് ഉണ്ടായാൽ മതി. പിന്നെ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് സൊസൈറ്റീസ്. UK ബിൽഡിംഗ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഡെപ്പോസിറ്റ് എടുക്കും. ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. നമുക്കൊക്കെ UK ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ സേവിങ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ബിൽഡിംഗ് സൊസൈറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ബിൽഡിംഗ് സൊസൈറ്റിയിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് എന്ത് കിട്ടും? ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് തിരിച്ച് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി ഈ ബിൽഡിംഗ് സൊസൈറ്റീസ് ഈ ഫണ്ടൊക്കെ എന്താ ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് എടുത്ത ഫണ്ടൊക്കെ എന്താ ചെയ്യുന്നത്? അത് അവർ ലെൻഡ് ചെയ്യാണ്. ആളുകൾക്ക് ലെൻഡ് ചെയ്യും. എന്തിന്? അത് മെയിൻലി അവരുടെ ഒരു ബിൽഡിംഗ് സൊസൈറ്റിയിൽ നമ്മൾ കടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ പർപ്പസ് ഉണ്ട്. നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുവാണ്. നമുക്ക് വീട് ഉണ്ടാക്കാനൊക്കെ ആവശ്യമുള്ള ഫണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ബിൽഡിംഗ് സൊസൈറ്റിയിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊന്നും അറിയേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ബിൽഡിംഗ് സൊസൈറ്റീസ് അവർ ആളുകളുടെ അടുത്ത് ഡെപ്പോസിറ്റ് എടുക്കുന്നുണ്ട്, എന്നിട്ട് ആളുകൾക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയും അവർ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ വലിയ കമ്പനീസ് ആണ്. ഇവരൊരിക്കലും ഇങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യൂ, നിങ്ങൾ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ തരാം, അങ്ങനെയൊന്നുമല്ല ഇൻഷുറൻസ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ പല പല കാര്യങ്ങൾക്ക് പല പല പർപ്പസിനുള്ള ഇൻഷുറൻസ് സർവീസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അവരെന്താണ്, അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസ്, എന്ത് ഇൻഷുറൻസ് ആണോ എടുക്കുന്നത്, ആ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരില്ലേ, ഇൻഷുറൻസിന്റെ ഹോൾഡേഴ്സ്, അവര് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഇങ്ങനെ പ്രീമിയം അടിച്ചുകൊണ്ടിരിക്കും. ഇനി തിരിച്ച് ഈ ഇൻഷുറൻസ് കമ്പനി അവർക്ക് ഇൻഷുറൻസ് എടുത്ത ആൾക്കാർക്ക് തിരിച്ച് എപ്പോഴും ഇങ്ങനെ കൊടുക്കണം, തിരിച്ച് റിട്ടേൺ ഒന്നും കൊടുക്കണ്ട. ആ ഇൻഷുറൻസിന്റെ പർപ്പസ് എന്താണോ ആ ക്ലെയിം അവിടെ നടക്കുന്ന സമയത്ത് തിരിച്ച് അവർക്ക് ക്യാഷ് ഔട്ട് ഫ്ലോസ് വരും. അപ്പൊ അവർക്ക് ഈ ഇൻഷുറൻസ് കമ്പനീന്റെ അടുത്ത് ഒരുപാട് ഫണ്ട് ഉണ്ടായിരിക്കും. ഈ ഫണ്ടൊക്കെ അവരെന്താ ചെയ്യുന്നത്? ഈ ഫണ്ടൊക്കെ അവർ ഇങ്ങനെ കമ്പനീസിനും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും, കമ്പനീസിന്റെ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒരു സ്ഥലത്ത് ഇവരുടെ ഒരു ഭാഗത്ത് നിന്നുണ്ട് ബോറോ ചെയ്യാനുള്ള ആൾക്കാർ, ഇവര് പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇവർക്ക് പൈസ തരുന്ന ആൾക്കാരുണ്ട്. ഇവര് ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ആണ്. ഓക്കെ. അപ്പൊ അവരുടെ പ്രീമിയം ഒക്കെ ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഇൻവെസ്റ്റ് ചെയ്യും ലോങ് ടേം അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിലും ഡെപ്റ്റിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് അത് തിരിച്ച് റിട്ടേൺ കിട്ടും ഇൻഷുറൻസ് കമ്പനിക്ക്. അതാണ് അവർ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ത്രൂ ഇവരൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കും. പിന്നെ ഇതുപോലെയുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, യൂണിറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്. ഇവരൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അവരെന്താ, എനിക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ പൈസ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല.
അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ എക്സ്പേർട്സ് ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് മ്യൂച്വൽ ഫണ്ട്സിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ മ്യൂച്വൽ ഫണ്ട്സിന് നമുക്കൊരു നല്ല കറക്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ഇങ്ങനെ ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് തിരിച്ചു കിട്ടും. എന്നിട്ട് ഈ മ്യൂച്വൽ ഫണ്ട്സിന് ഈ ഫണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഫണ്ട്, ഒരുപാട് ആൾക്കാരുടെ ചെറിയ ചെറിയ ഫണ്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ അടുത്ത് ഒരുപാട് ഫണ്ട് ഉണ്ടായിരിക്കും. ഇതുവരെ പല സ്ഥലങ്ങളിലായിട്ട് പല കമ്പനീസിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് ഉണ്ടാക്കും. ഇവിടെയൊക്കെ എന്താണ്, പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് കളക്ട് ചെയ്തിട്ട് പൈസ വേണ്ട ആൾക്കാർക്ക് ലെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരും ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ആണ്. ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ആര്, പെൻഷൻ ഫണ്ട്സിനെ കുറിച്ചിട്ട്. പെൻഷൻ ഫണ്ട്സ്, പെൻഷൻ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ പെൻഷൻ ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, പെൻഷൻ ഓർഗനൈസേഷൻസ് ഒരാൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ സാലറിന്ന് അയാള് ഇങ്ങനെ പെൻഷൻ സ്കീമിലേക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പെൻഷൻ ഫണ്ട്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഈ പെൻഷൻ സ്കീമിൽ ഉള്ള എല്ലാ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അവരുടെ സാലറി കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ കോൺട്രിബ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് തിരിച്ചെപ്പോഴാ കൊടുക്കേണ്ടത്? അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് മാസം മാസം തിരിച്ചു കൊടുക്കല്ല. അവര് റിട്ടയർമെന്റ് ആയതിനു ശേഷമാണ് പിന്നെ തിരിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് ഇൻകമായിട്ട് ആ ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ അത് ഇതിലേക്ക് പൈസ ഇടുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ അത്രയും കാലം ഈ പെൻഷൻ സ്കീമിലൊക്കെ ഒരുപാട് ഫണ്ട് ഉണ്ടായിരിക്കും. ഇവരും എന്താണ് ഈ ചെയ്യുന്നത്, അവർക്കും ഈ അവർക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള പെൻഷൻ കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ റിസീവ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ അവരെന്ത് ചെയ്യും, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് ഇത് ക്യാഷ് ഔട്ട് ഫ്ലോസ് വരിക എന്ന് പറയുമ്പോൾ എന്താ, ആഫ്റ്റർ അവരുടെ ഈ അതിലുള്ള മെമ്പേഴ്സിന്റെ റിട്ടയർമെന്റിന് ശേഷമാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇവര് ഇവരുടെ ലാഭം ഉണ്ടാക്കണ്ടേ, ഈ കിട്ടിയ പൈസക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരും ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ഫൈനാൻസ് കമ്പനീസ് ലൈക്ക് ഡിസ്കൗണ്ട് ഹൗസ്, ക്രെഡിറ്റ് ഹൗസ്, ലീസിംഗ് കമ്പനീസ്, ഫാക്ടറിംഗ് കമ്പനീസ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരില്ലേ. ക്രെഡിറ്റ് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. പല കമ്പനീസ് എന്താണ്, പല ആൾക്കാർ അവരുടെ അടുത്ത് ഒരുപാട് ഫണ്ട് ഉണ്ടായിരിക്കും. അവരിങ്ങനെ ക്രെഡിറ്റ് കൊടുക്കും, ഇത്ര ദിവസത്തേക്ക് ഷോർട്ട് ടേമിലേക്ക് ക്രെഡിറ്റ് കൊടുക്കുക, അങ്ങനെ ഉണ്ടാകും. ലീസിംഗ് കമ്പനി ഉണ്ടായിരിക്കും. ലീസിംഗ് കമ്പനി വരുമ്പോൾ അസറ്റ് വാങ്ങിച്ചിട്ട് ആ അസറ്റ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യാൻ കൊടുക്കുന്നു, അതിന് തിരിച്ച് ഇങ്ങോട്ട് പറയും. ഈ അസറ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഫണ്ട് അല്ല അവിടെ കൊടുക്കുന്നത്. ബട്ട് ഈ അസറ്റ് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഈ ലീസിംഗ് ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നത്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഫാക്ടറിംഗ് സർവീസ് കൊടുക്കും. ഫാക്ടറിംഗ് സർവീസ് കൊടുക്കുന്ന കമ്പനി ഫാക്ടറിംഗ് ആണ് ചെയ്യുന്നത്. ബട്ട് അവിടെയും എന്തുണ്ട്, ഫൈനാൻസിങ് ഉണ്ട്. അവിടെയും ഫൈനാൻസിങ് ഉണ്ട്. അപ്പൊ അവിടെയും നമ്മൾ അവർ ഫൈനാൻസിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫൈനാൻസിങ് കമ്പനീസ് ഇല്ലേ, ഫൈനാൻസിങ് കമ്പനീസ് ക്രെഡിറ്റ് കൊടുക്കുക, ലീസിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഫാക്ടറിങ്ങിലൂടെ ഫണ്ട് റിസീവേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഫൈനാൻസിങ് കമ്പനീസും ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ട് പറയും. ഓക്കെ. അപ്പൊ ഇവരൊക്കെ പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ താഴേക്ക് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ഈ ഫൈനാൻസിങ് കമ്പനീസ് ചെയ്യുന്ന, ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഫൈനാൻസിങ് കമ്പനീസ് ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അത് ചിലപ്പോ ഈ ഒരുപാട് ഫണ്ടുള്ള ഇൻഷുറൻസ് കമ്പനീസും ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റും മ്യൂച്വൽ ഫണ്ട്സും അവരൊക്കെ അത് ചെയ്യുന്നുണ്ടാകും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊക്കെ ഇങ്ങനെ കാണാൻ പഠിക്കുക എന്നുള്ളതല്ല, ഇതിന്റെ ഒക്കെ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഹൗസസിനെ കുറിച്ചുണ്ട്. ഡിസ്കൗണ്ട് ഹൗസസ് എന്ന് പറയുമ്പോൾ ഇവര് ഇങ്ങനെ ഡിസ്കൗണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്റെ അടുത്തൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഡേറ്റിന് കുറച്ച് പൈസ ഒരാൾ തരാമെന്ന് എഗ്രി ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എനിക്ക് വേണമെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് പൈസ ഇപ്പോഴേ വാങ്ങിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെയാണ് ഡിസ്കൗണ്ട് ഹൗസസ് എന്ന് പറയുന്നത്. അവരെ ഇങ്ങനത്തെ ചെറിയ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പോലത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ള ആൾക്കാരുടെ അടുത്ത് അത് വാങ്ങിക്കും, എന്നിട്ട് കുറച്ച് പൈസ അവരുടെ ചാർജ് പിടിച്ചിട്ട് ബാക്കി പൈസ അവർക്ക് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ഫണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഡിസ്കൗണ്ട് ഹൗസസിൽ പോയിട്ട് ഇങ്ങനെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പൈസ വാങ്ങിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾ ഓഫ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആണ്. ഇനി ഈ ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ കുറച്ച് റോള് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ചെയ്യുന്ന കുറച്ച് റോൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ റോളാണ് അഗ്രിഗേഷൻ എന്ന് പറയും. അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ അതെന്താ, ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ഇങ്ങനെയുള്ള ലെൻഡേഴ്സ് ഇല്ലേ, ലെൻഡേഴ്സ്, ആ ലെൻഡേഴ്സ് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ, ഈ ലെൻഡേഴ്സ് ഒക്കെ ചെറിയ ചെറിയ പൈസ ആയിരിക്കും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ലെൻഡേഴ്സ് ഒക്കെ ചെറിയ ചെറിയ സ്മോൾ എമൗണ്ട് ആയിരിക്കും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിന് കൊടുക്കുന്നത്. ഈ സ്മോൾ എമൗണ്ട് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ഈ സ്മോൾ എമൗണ്ട് എല്ലാം കൂടെ കളക്ട് ചെയ്യുക, അത് അഗ്രിഗേറ്റ് ചെയ്യാന്ന് പറയും. ഈ ലെൻഡേഴ്സിന്റെ അടുത്തുള്ള സ്മോൾ എമൗണ്ട് ഒക്കെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് വലിയ ഫണ്ട് ആവശ്യമുള്ള ബോറോവേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അഗ്രിഗേഷൻ ചെയ്യുന്നുണ്ട്, ഇവര് ചെയ്യുന്നുണ്ട്, അഗ്രിഗേഷൻ ചെയ്യുന്നുണ്ട്. സ്മോൾ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട്, സ്മോൾ ഡെപ്പോസിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ലാർജ് ഫണ്ട് വേണ്ട ബോറോവേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും.
ഓക്കെ. ഇനി മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിലേക്ക് ഫണ്ട് ഒരുപാട് രീതിയിൽ ഫണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് കിട്ടുന്ന കേസില് ഇപ്പൊ ഷോർട്ട് ടേമിലേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആരിലാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അയാൾ ആ കുറച്ച് പീരീഡ് കഴിഞ്ഞ് തിരിച്ച് ആ ലെൻഡർക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കമ്പനീസ് ഈ ഫണ്ട് വേണ്ട ആൾക്കാരില്ലേ, ഈ ഫണ്ട് വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടെ ലോങ് ടേമിലേക്കായിരിക്കും ഫണ്ട് വേണ്ടത്. ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിന്റെ ഒരപ്പുറത്തുള്ള ഫണ്ട് ബോറോ ചെയ്യുന്ന ആൾക്കാരില്ലേ, ബോറോ ചെയ്യുന്ന ആൾക്കാർക്ക് ലോങ് ടേമിലേക്കായിരിക്കും ഫണ്ട് ആവശ്യമുള്ളത്. ബട്ട് ലെൻഡേഴ്സ് എങ്ങനെയായിരിക്കും, ഷോർട്ട് ടേമിലേക്ക് ലെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ഈ ഷോർട്ട് ടേമിലേക്ക് ലെൻഡ് ചെയ്യാനുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫണ്ട് വാങ്ങിക്കും. ഓക്കെ. എന്നിട്ട് ഈ ലോങ് ടേമിലേക്ക് ബോറോ ചെയ്യുന്ന ആൾക്കാർക്ക് ലോങ് ടേമിലേക്ക് കൊടുക്കും, ബോറോ ചെയ്യാൻ കൊടുക്കും. ഓക്കെ. ഇനി ഈ ഷോർട്ട് ടേമിലേക്ക് ലെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചിങ്ങനെ കൊടുക്കണം. തിരിച്ച് കഴിഞ്ഞ് അവരുടെ ടേം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അടുത്ത ഷോർട്ട് ടേമിന്റെ ലെൻഡേഴ്സ് വരും. അങ്ങനെ ഈ ഷോർട്ട് ടേം ലെൻഡേഴ്സിന് എല്ലാവരെയും ഇങ്ങനെ ഫണ്ട് വാങ്ങിച്ച് അവർക്ക് തിരിച്ചു കൊടുത്തിട്ട്, ബട്ട് ഇവരുടെ അടുത്ത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. ആ എമൗണ്ട് ലോങ് ടേമിലേക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഷോർട്ട് ടേം എന്ന് പറയുന്ന മെച്യൂരിറ്റിന്ന് ലോങ് ടേമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റും. ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് യൂസ് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്താണ് റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്റർമീഡിയറി ഒന്നും ഇല്ലാതെ ഇതൊരു ലെൻഡർ. ഓക്കെ. പിന്നെ ഇതൊരു ബോറോവർ. ഓക്കെ. ഇയാൾ ഇതിന്റെ ഉള്ളിലുള്ള ഇന്റർമീഡിയറി ഒന്നും ഇല്ലാതെ ഈ ലെൻഡർ ഡയറക്ട്ലി ഇവൻക്ക് കടം കൊടുക്കാണ്. ലെൻഡ് ചെയ്യുന്ന ആള് ഡയറക്ട്ലി ബോറോവർക്ക് കടം കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെൻഡറെ സംബന്ധിച്ചിടത്തോളം ഇവൻ കംപ്ലീറ്റ്ലി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഈ ബോറോവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ബോറോവർ തിരിച്ചൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ ആർക്ക് റിസ്ക് ആണ്, ഈ ലെൻഡർക്ക് റിസ്ക് ആണ്. അപ്പൊ ഒരു ലെൻഡർ ഡയറക്ട്ലി ബോറോവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ മുകളിൽ ഹൈ റിസ്ക് ആണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ മുകളിൽ ഹൈ റിസ്ക് ആണ്. ബട്ട് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി വരികയാണ്, ഈ ലെൻഡറുടെ ആദ്യം എന്താണ്, ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിക്കാണ് കൊടുക്കുന്നത്, എന്നിട്ടാണ് ഇവർ പല പല ബോറോവേഴ്സിന് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിന്റെ അടുത്തുള്ള റിസ്ക് വളരെ കുറവാണ്. കാരണം ഇതിനടുത്ത് ഒരുപാട് ബോറോവേഴ്സ് ഉണ്ടായതുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിന്റെ അപ്പുറത്ത് ഒരു ബോറോവർ ആയിരിക്കില്ല, ഒരുപാട് ബോറോവേഴ്സ് ഉണ്ടായിരിക്കും. ഈ എല്ലാ ബോറോവേഴ്സും കൂടെ ഒരുമിച്ച് തിരിച്ചു തരാത്ത കേസ് ഉണ്ടാവില്ല. ഈ ബോറോവേഴ്സിന് ചിലപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിരിക്കും തിരിച്ചു തരാതിരിക്കുക. ബട്ട് അങ്ങനെ തിരിച്ചു തരാത്ത സമയത്ത് എന്താണ്, ഈ റിസ്കിനെ, ഈ ഒരുപാട് ബോറോവേഴ്സിന്റെ റിസ്കിന് എന്താവുന്നുണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ ആവുന്നുണ്ട്. ഈ റിസ്കിനെ ഡൈവേഴ്സിഫൈ ആവുന്നുണ്ട്, ഈ റിസ്ക് കുറയുന്നുണ്ട്. കാരണം ഈ ഒരുപാട് ബോറോവേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ അതിലുള്ള ഒന്നോ രണ്ടോ ബോറോവേഴ്സ് തിരിച്ചു തന്നില്ല എന്ന് വെച്ചിട്ട് ആ റിസ്ക് ഫുള്ള് ആരുടെ അടുത്തേക്ക് വരില്ല, ലെൻഡേഴ്സിന്റെ അടുത്തേക്ക് വരില്ല. ആ റിസ്ക് ഒക്കെ ഒന്നും കൂടെ ഡൈവേഴ്സിഫൈ ആക്കുന്നുണ്ട് ആര്, ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി വരുന്നതുകൊണ്ട് ഓരോ ബോറോവറിന്റെ അടുത്തുള്ള റിസ്കിന് എന്താണ്, അത് ഒരുപാട് ലെൻഡേഴ്സിലേക്ക് സ്പ്രെഡ് ആയി കിടക്കുകയാണ്. അപ്പൊ ഒരു ബോറോവർ പോയി എന്ന് വെച്ചിട്ട് ആ കംപ്ലീറ്റ് റിസ്ക്കും ഒരാളെ വഹിക്കേണ്ടതില്ല. അതിങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഒരു ലിക്വിഡ് മാർക്കറ്റ്. ലിക്വിഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പല രീതിയിലുള്ള ഫണ്ട് ആവശ്യമുണ്ടാവും. ഷോർട്ട് ടേമിലേക്ക് ഫണ്ട്, ലോങ് ടേമിലേക്ക് ഫണ്ട്, ഇൻട്രസ്റ്റ് കുറവുള്ള ഫണ്ട്, ഇൻട്രസ്റ്റ് കൂടുതൽ ഫണ്ട്, റിസ്ക് കൂടുതലുള്ള ഫണ്ട്, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഫണ്ട് ഇവിടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എനിക്ക് കുറച്ച് ഫണ്ട് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ എനിക്ക് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഒരു ഫ്ലെക്സിബിൾ മാർക്കറ്റ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഒരു ലിക്വിഡ് ആയിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് പഠിക്കേണ്ടത്, ലിക്വിഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആര്, ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ഓക്കെ. ലെൻഡേഴ്സിനും ബോറോവേഴ്സിനും രണ്ടുപേർക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഒരു ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റ്. എപ്പോഴാണോ എനിക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് അവിടെ പോയാൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്റെ ബോറോ ചെയ്യാൻ അപ്പുറത്തെ ആൾക്കാരുണ്ടായിരിക്കും. ഇവരെല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം തോന്നുമ്പോഴും എനിക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരാൾക്ക് എപ്പോഴാണോ ഫണ്ട് ആവശ്യമുള്ളത് പറയുമ്പോൾ അവിടെ പോയിട്ട് ബോറോ ചെയ്യാം. അടുത്ത് ഒരുപാട് ഫണ്ട് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ. ലിക്വിഡ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്.
പിന്നെ ഒരു ഫംഗ്ഷനാണ് ഹെഡ്ജിംഗ് എന്ന് പറയും. ഹെഡ്ജിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു റിസ്ക് മാനേജ്മെന്റ്. ഈ റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ ഒരുപാട് ടൂളുകൾ പഠിച്ചു. ഹെഡ്ജിംഗ് ടൂളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്തൊക്കെയാ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്ട്സ്, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് സ്വാപ്പ്. ഇവരൊക്കെ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണെങ്കിലും പിന്നെ ഓവർ ദി കൗണ്ടർ ഉണ്ടല്ലോ, OTC. ഈ ഓവർ ദി കൗണ്ടർ ആയിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഹെഡ്ജ് ചെയ്യാണ്. അപ്പൊ അവര് അങ്ങനത്തെ കുറെ കോൺട്രാക്ട്സ് ഉണ്ട്. ആ കോൺട്രാക്ട്സ് എന്താണ്, ഇങ്ങനെയുള്ള പൈസ ലെൻഡ് ചെയ്തോളാം, പൈസ ബോറോ ചെയ്തോളാം എന്ന് പറയുന്നൊക്കെ ഒരു എഗ്രിമെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ടും ഇവര് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹെഡ്ജിങ് എന്താണെന്നുള്ളത് നിങ്ങൾ റിസ്ക് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹെഡ്ജിങ് ചെയ്യുന്നതും റിസ്ക് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഈ ഹെഡ്ജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കിപ്പോ എനിക്ക് എന്റെ ഫോറിൻ ട്രാൻസാക്ഷൻ റിസ്ക് അല്ലെങ്കിൽ എന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിസ്ക് ഹെഡ്ജ് ചെയ്യണം. അപ്പൊ ഹെഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഓവർ ദി കൗണ്ടർ ആയിട്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ്, എക്സ്റ്റേണൽ ഹെഡ്ജിങ് ടെക്നിക്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുക. ഇത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിലാണ്. അവിടെ ആണ് ഇവർ ഇങ്ങനത്തെ ഫോർവേഡ് കോൺട്രാക്ട്സ് ഉണ്ടാക്കുന്നതും OTC ഓപ്ഷൻസ് ഉണ്ടാകുന്നതൊക്കെ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനും കൂടെ, ഹെഡ്ജിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ ആരുണ്ട്, ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലെൻഡേഴ്സിനെയും ബോറോവേഴ്സിനെയും മീറ്റ് ചെയ്യിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇനി ഫിൻടെക് ഉണ്ട്. ഫിൻടെക് നമുക്ക് പഠിക്കാനുണ്ട്. ഫിൻടെക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഈ ഫൈനാൻസിൽ വരുന്നതിലൂടെ ഇപ്പൊ നമ്മുടെ ഈ ഫൈനാൻസിങ് എന്ന് പറയുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ എൻവയോൺമെന്റിൽ പുതിയ പുതിയ ടെക്നോളജീസിന്റെ ഇംപ്ലിക്കേഷൻ ഉണ്ട്. ലൈക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഇംപ്ലിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പിയർ ടു പിയർ ലെൻഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ ആ ഒരു റോള് ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ റോള് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ റോള് ചാലഞ്ചിങ് ആവുന്നുണ്ട്. അതാണ് നമ്മൾ ഫിൻടെക് വരുന്നതുകൊണ്ട് അത് വരുന്നുണ്ട്. അപ്പൊ അതിനെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫൈനാൻഷ്യൽ ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയും. ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയും. ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേറ്റ്സിന് ഫൈനാൻഷ്യൽ ഡിസ് ഇന്റർമീഡിയേഷൻ എന്ന് പറയും. ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ലേറ്റർ പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റിന്റെ എക്സാമ്പിൾ ആണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അവർ ഡെപ്പോസിറ്റ് എടുക്കും. നോർമൽ ഡെപ്പോസിറ്റ് എടുക്കും. ഓക്കെ. ഫണ്ടുള്ള ആൾക്കാരുടെ ഡെപ്പോസിറ്റ് എടുക്കും. എന്നിട്ട് അതിന് തിരിച്ച് റിട്ടേൺ കൊടുക്കും. പിന്നെ അവര് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലാതെ ചില സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പൊ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കാറുണ്ട്. 2 ഡെപ്പോസിറ്റ്സ് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. ഇപ്പൊ ഞാനൊരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്ന ആള് ഇഷ്യൂ ചെയ്യും ബാങ്ക്. എന്നിട്ട് അത് വാങ്ങിക്കുന്ന ആളെന്താണ്, ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ ഇത്ര എമൗണ്ട് ഇത്ര പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തോളാന്ന് പറയും. ഇത് മെയിൻലി റിലേറ്റിംഗ് ടു ലാർജ് ഡെപ്പോസിറ്റ്. നമുക്ക് വലിയൊരു ഡെപ്പോസിറ്റ് ഒക്കെ ഒരു 3 മന്ത്സിലേക്ക് ഭയങ്കര ഷോർട്ട് ടേമിലേക്ക് വലിയ ഡെപ്പോസിറ്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ത്രൂ ആണ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് എടുക്കുക മാത്രമല്ല, അവർ ആളുകൾക്ക് പൈസ ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പൈസ ലെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലെൻഡ് ചെയ്യുന്നിട്ട് ലോൺ ത്രൂ ഒക്കെ ലെൻഡ് ചെയ്യുന്നുണ്ട്. ബാങ്കിന്റെ ഫങ്ഷൻസ് ആട്ടോ. ഇതിനടുത്ത് പറയുന്നത് മണി ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ക്ലിയറിംഗ് സിസ്റ്റം ത്രൂ മണി ട്രാൻസ്ഫറിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ഫണ്ട് ഉണ്ട്. എനിക്ക് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അത് ആരാ ചെയ്യുന്നത്, ബാങ്ക് ത്രൂ ആണ് അത് ചെയ്യുന്നത്. ഞാൻ എന്റെ ബാങ്കിൽ നിന്ന് അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്ന റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ബാങ്കിലത്തെ എമൗണ്ട് അപ്പുറത്തെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ബാങ്ക്. അപ്പൊ അതിനെയാണ് മണി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതും ബാങ്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ. ഇനി ബാങ്കിന്റെ ലെൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് പല രീതിയിൽ ലെൻഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല, പല രീതിയിലുണ്ട്. ഇത് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ടേം ലോൺസ്, ഷോർട്ട് ടേം ലോൺസ് ഉണ്ട്. ഇൻഡിവിജ്വൽസിന് ബിസിനസ്സിനൊക്കെ ഓവർ ഡ്രാഫ്റ്റ്, ബിസിനസ്സിനാണ് മെയിൻലി ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ടേം ലോൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്, ഇവർക്ക് കിട്ടിയ ഫണ്ടൊക്കെ ഇവരെന്താ ചെയ്യുന്നത്, ബാങ്കിൽ ഒരുപാട് ഡെപ്പോസിറ്റ് ഫണ്ട് കിട്ടുന്നില്ല. അവര് പിന്നെ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സിൽ, ഇപ്പൊ ലീസിംഗ് കമ്പനി, പിന്നെ ബാക്കിയുള്ള ഫൈനാൻസിങ് കമ്പനി, ഡിസ്കൗണ്ട് ഹൗസസ്, അങ്ങനത്തെ ബാക്കിയുള്ള ആളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഡയറക്ട്ലി കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ബാങ്കിന് ഇവർക്ക് ലാഭം ഉണ്ടാക്കണ്ടേ. ഇവര് ഡെപ്പോസിറ്റ് വാങ്ങിച്ചു, അത് ലെൻഡ് ചെയ്യുന്നു. ഇതിനിടയിൽ അവര് റിട്ടേൺസ് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇവർക്ക് ലാഭം ഉണ്ടാകുന്നത്. അപ്പൊ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇവര് ഗവൺമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്? ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ കൊമേഴ്ഷ്യൽ ബിൽസ്, അങ്ങനത്തെ ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുള്ള ആളുകൾ, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ള ആളുകൾ, അവർക്ക് പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിന്, ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്രയാണോ പറയുന്നത് അതിനേക്കാൾ കുറച്ചൊരു ഫണ്ട് അവർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു ലാഭം കിട്ടും. ഫോർ എക്സാമ്പിൾ $10,000 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ $10,000 ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ കിട്ടുവാണെങ്കിൽ ബാങ്ക് തിരിച്ച് 10,000 കൊടുക്കൂല, ബാങ്ക് ഒരു 9,000 ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ $1,000 അവരുടെ ഫീ എന്ന് പറയുന്ന രീതി. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചിലപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ഡിസ്കൗണ്ട് ഹൗസസ്, വേറെയുള്ള ഞങ്ങളുടെ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മാത്രം ഡിസ്കൗണ്ട് ചെയ്യുന്ന ഡിസ്കൗണ്ട് ഹൗസസ് ഇല്ലേ, അവർക്ക് ബാങ്ക് ലെൻഡ് ചെയ്യും. എന്നിട്ട് ആ ഡിസ്കൗണ്ട് ഹൗസസ് പിന്നെ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ ആ രീതിയിൽ ബാങ്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കും.